അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്ന ഇടത്ത് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇതാണ് ആ ആയത്ത്. വളരെ അർത്ഥവത്തായ വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഗൗരവത്തോടെ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം അറിഞ്ഞു ഓതേണ്ട സഗൗരവമുള്ള ആയത്താണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, നിങ്ങൾ ഉള്ള ഒരു സമുദായത്തിൽ, നിങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ അദാബുകളോ ശിക്ഷകളോ ഒന്നും ഇറക്കില്ല നബിയെന്ന് അല്ലാഹു പറയാണ്. നിങ്ങൾ ഉള്ള കാലഘട്ടം, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം, അവരിൽ നിങ്ങൾ ഏത് സമുദായത്തിന്റെ, ഏത് കാലഘട്ടത്തിന്റെ, ഏത് മധ്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ആ സമുദായത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ ആ സമുദായത്തെ എന്ത് തെറ്റ് ചെയ്താലും അവരെ അദാബിലാക്കൂല നബിയേന്ന്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയേ, ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം, നബി തങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഒരു സമുദായം അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്നിടത്തോളം കാലം അവരിലേക്ക് ഞാൻ അദാബ് ഇറക്കില്ലെന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ വ്യക്തമായിട്ട് പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് 1400 കൊല്ലങ്ങൾക്കപ്പുറം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചതെങ്കിൽ അതേ റബീഉൽ അവ്വൽ തന്നെയാണ് ഹബീബായ തങ്ങൾ വഫാത്തായതെന്നാണ്. അപ്പൊ ചോദിക്കും, എന്തുകൊണ്ട് പിന്നെ ജന്മദിനം? ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തഅസിയത്തിന്റെ ദിവസം, ദുഃഖാചരണ ദിവസം ആകെ 3 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യനെ കുറിച്ച് ഓരോ വർഷം തോറും നമ്മുടെ വാപ്പമാരുടെ ആണ്ടും നമ്മുടെ വാപ്പമാരുടെ ആണ്ടും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുന്നത് ആ ഖബറിൽ ഒരു ആനന്ദം കിട്ടാനാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് തങ്ങളുടെ ജന്മദിനത്തിനെയും തങ്ങളുടെ മരണത്തിനെയും വഫാത്തിനെയും പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെച്ചത് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്നാണ്. എന്റെ ജീവിതവും നിങ്ങൾക്ക് നന്മയാണ്, എന്റെ വഫാത്തും മരണവും നിങ്ങൾക്ക് നന്മയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ റസൂലുള്ളാഹി ഈ ലോകത്ത് വന്ന കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ സന്തോഷം, ആ സന്തോഷിച്ചപ്പോൾ കിട്ടിയ ആളുകൾക്ക് കിട്ടിയ അനുഭൂതികൾ, അവർക്ക് മരണാനന്തരം കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഈ പ്രതിഫലമാണ് നാം ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞ് അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോൾ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. കഴിഞ്ഞ റബീഉൽ അവ്വൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇത്തവണ ഇല്ല. ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആരോഗ്യമുള്ളവർ ഇല്ലാത്തവര്. കഴിഞ്ഞ റബീഉൽ അവ്വലിന് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോ ഞാനോ നിങ്ങളോ ഉണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടെന്നാണ്, അടുത്ത റബീഉൽ അവ്വൽ ഞാൻ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖബറിലാണ്, അതിന് വലിയ താമസമൊന്നുമില്ല. ഇപ്പൊ 2025 സെപ്റ്റംബർ ആയി, ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞ ഈ വർഷം അങ്ങോട്ട് കഴിഞ്ഞ് 2026 കണ്ണടച്ച് തുറക്കും മുമ്പേ കാലഘട്ടം സ്പീഡായിട്ട് പോവാണ്. അത് കൂടുമ്പോൾ ആയുസ്സും കടന്നു പോവാണെന്ന് ആലോചിക്കണം. മുടി കറുത്തം വിചാരിച്ചിരിക്കുന്നത് അവൻ ഇനിയും ജീവിക്കുമെന്നാണ്. മുടി വെളുത്തവനാണെങ്കിൽ കറുപ്പിച്ചിട്ട് വീണ്ടും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്തൊക്കെയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന ഒരു ലൈഫ് നമുക്കില്ല. ഇന്ന് ഈ സെക്കൻഡ് ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു അടയാളം. നാളെ മരണപ്പെട്ടു പോകുമ്പോൾ കുറെ നന്മകൾ ചെയ്തിട്ട് വേണം നമ്മൾ മരണപ്പെട്ടു പോവാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ, നുറക്ക സ്വലാത്ത് പറഞ്ഞേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഈ നടുക്കിരിക്കുന്നതൊക്കെ സഫിലോട്ട് കയറി വന്നാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഒന്ന് അവിടെ എവിടെയൊക്കെ ചിതറിപ്പാറിയിരിക്കുമ്പോഴേ, ഈ മതലിൽ ചാരി ഇരിക്കുന്ന ആളുകൾ നടുവേദനയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അല്ലാത്തവർ ഇങ്ങനെ മുമ്പിലത്തെ സഫിനാണ് കൂലി. നിങ്ങൾ നേരത്തെ വന്നിട്ട് പുറകെ ആയി പോകരുത്. സഫിൽ ഏറ്റവും കൂലിയുള്ള സ്ഥലം എവിടെയാ? ഇമാമിന്റെ തൊട്ട് വലതു ഭാഗത്താണ്. നമ്മള് നേരത്തെ വന്നിട്ട് കൂലി പോവും. അപ്പൊ അതുകൊണ്ട് നടുവേദനയാണ്, ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നോളിയും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രതിഫലം നമ്മൾ കളയരുത്. ഖിയാമത്ത് നാളിലാകെ 3 സഫേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഖിയാമത്ത് നാളിലാകെ
എത്ര സഫ് ഉണ്ടാവുള്ളൂ പറയാ നിങ്ങളെ? 3 സഫ്. അത് എത്ര സഫേ സ്വർഗത്ത് പോകുള്ളൂ? ഫ്രണ്ട് നിൽക്കുന്ന ഒരൊറ്റ സഫാണ് സ്വർഗത്ത് പോവുള്ളൂ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സഫ് ചിലപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും, അല്ലാഹു കാക്കുമാറാവട്ടെ. ഫ്രണ്ടിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, എല്ലാ സഹാബത്തുണ്ടാവും, നന്മ സ്വാലിഹീങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് നിൽക്കാൻ നോക്കും, ഒരു ചിലപ്പോൾ സ്ഥലം തരുക. അപ്പോഴാണ് ഈ ഒന്നാമത്തെ സഫിന്റെ വില അറിയണം. അവിടെ ഒന്നാമത്തെ സഫിന് നിൽക്കുന്നത് പ്രത്യേക പരിഗണനയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. നമ്മൾ എപ്പോഴും അത് പിടിക്കണം. നിങ്ങൾ ജമാഅത്തിനൊക്കെ വരും, പരമാവധി ഒന്നാമത്തെ സഫിൽ നിൽക്കണം. ഹറമിൽ കണ്ടിട്ടുണ്ടോ? ഒന്നാമത്തെ സഫിൽ ഇടികൂടി നിൽക്കുന്ന ആൾക്കാർ സംസം വെള്ളം കാര്യം കൊടുക്കും. രണ്ടാമത്തെ സഫിൽ നിങ്ങൾ കൊടുക്കൂല. കാരണം ഒന്നാമത്തെ സഫിന് അത്ര പ്രാധാന്യമുണ്ട്. അത് ഇമാമിന്റെ വലത് ഭാഗത്താകണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. പള്ളി എന്ന് പറയുന്ന ചെറിയ കാര്യമില്ല. നിങ്ങൾ പള്ളി നടന്നു വന്ന് ഇപ്പൊ നിങ്ങൾ വണ്ടി വരുന്ന ആളുകളുണ്ട്, ഈ കൂട്ടത്തില് നടന്നു വരുന്ന ആളുകളുണ്ട്. നടന്നു വരുന്ന ആളുകൾക്ക് പ്രത്യേക കൂലിയാണ്. ഒരു മദീനക്കാരനായ ഒരു അൻസാരി സഹാബത്തിന്റെ തലമുറയിൽപ്പെട്ട മദീനക്കാരനായ ഒരു മനുഷ്യൻ നേരത്തെ പള്ളിയിൽ ഇങ്ങനെ 9 മണിയായപ്പോൾ തന്നെ മുമ്പ് നടക്കാണ്, കിലോമീറ്ററുകളായി നടന്നു വരാണ്. ആ വഴിയിൽ വാഹനത്തിൽ പോകുന്ന ആൾക്കാർ നിങ്ങൾ എവിടെ പോവാണ്, എന്തിനാ എത്ര നേരത്തെ എത്ര കഷ്ടപ്പെട്ട് പോകണം, ആ സമയം അവിടെ പോയിരുന്നാൽ പോലും ചോദിച്ചുമ്പോൾ ഒരു ഹദീസ് പറയുന്നുണ്ട്, ഒരാൾ വെള്ളിയാഴ്ച നേരത്തെ എഴുന്നേറ്റു, രാവിലെ അവൻ വെള്ളിയാഴ്ചക്ക് വേണ്ടി കുളിച്ചു, വെള്ളിയാഴ്ചക്ക് വേണ്ടി നഖം വെട്ടി, വെള്ളിയാഴ്ചക്ക് വേണ്ടി അവൻ എണ്ണ പൂശി, വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേക ഒരു ഡ്രസ് ഇട്ടു. എന്നിട്ട് വെള്ളിയാഴ്ചക്ക് വേണ്ടി അവൻ നേരത്തെ പള്ളി അണിഞ്ഞൊരുങ്ങി പോകുന്ന അവന്റെ ഓരോ ചുവട്ടടിക്കും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുമെന്നും അവൻ വെക്കുന്ന ഓരോ കാൽപ്പടിക്കും അവന്റെ ദറജ ഉയർത്തുമെന്നും അടുത്ത കാൽപ്പടിക്ക് അവന്റെ ഓരോ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കുമെന്നും പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഇതിന്റെയൊക്കെ വില അറിയണമെങ്കിൽ മരണപ്പെട്ട് മണ്ണടിയിൽ ചെന്ന് കിടന്നാണ് മഹിഷറിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ നടത്തത്തിന്റെ ഈ നേരത്തെ വന്നിരുന്നതിന്റെയൊക്കെ കൂലി കിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. വൈകി വരാനും എല്ലാ മൗമികൾ വന്നതിന് ശേഷം സമയത്ത് കയറാൻ ഒരൊറ്റ അധികാരമുള്ളൂ, ഖത്തീബിനാണ്. ഖത്തീബിന് ആ സമയത്ത് വന്ന് കയറി ഇമാമിനോട് പുതുമയോട് കൂടി എല്ലാവരുടെ വസ്ത്രങ്ങളെ കാട്ടി വ്യത്യസ്ത വസ്ത്രം ധരിച്ച് ഒരു ആകർഷണീയമായ നിലയിൽ ഖത്തീബിന് വരാനാണ് ഫുഖഹാക്കൾ പറയുന്നത്. അള്ളാഹു നമുക്ക് അതിനൊക്കെ ഈമാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യകൾ എന്ന വിഷയം പറയുമ്പോ ഈ ലോകത്തോട് വിട പറയാനായിട്ട് അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രപഞ്ച മണ്ഡകടാഹം ദുഃഖിച്ച, വേദനിച്ച, സങ്കടപ്പെട്ട, നൊമ്പരപ്പെട്ട ആ അവസ്ഥയിൽ സാക്ഷാൽ സ്വഹാബത്ത് മുഴുവനും ചുറ്റും നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വഹാബാ വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണാൻ കൊതിയാകുന്നുണ്ട്. വഫാത്തിന്റെ നേരമാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നുണ്ട്. ആ സമയത്താണ് അള്ളാന്റെ റസൂല് പറയുന്നത്, എനിക്ക് ദുനിയ എന്റെ കാര്യം എങ്ങനെയാണെന്നല്ല, നാളെ എന്റെ ആഖിറം എങ്ങനെയാണെന്നല്ല, എന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ എന്റെ ശേഷമുള്ള ജീവിതം എങ്ങനെയാണെന്നല്ല, ഞാൻ വഫാത്തായി പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയതമയായ ആയിഷ എങ്ങനെ ജീവിക്കും എന്നുള്ളതിലല്ല. സ്വഹാബത്തെ, എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ വല്ലാതെ കൊതിയാകുന്നുണ്ട്. സ്വഹാബത്ത് തിരിച്ചു ചോദിക്കും, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബിയേ അങ്ങയുടെ സഹോദരങ്ങൾ, ഞങ്ങൾ അങ്ങയുടെ ഊണിലും ഉറക്കിലും രാവിലും പകലിലും ചിരിയിലും ചിന്തയിലും പ്രകൃതിയിലും രാവിലും പകലിലുമെല്ലാം അങ്ങയുടെ കൂടെ ഇണങ്ങി നിൽക്കുന്ന സഹോദരങ്ങൾ ഞങ്ങളല്ലയോ നബിയേ. ആ സമയത്ത് റസൂലുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, അന്തും അസ്ഹാബീ, നിങ്ങൾ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്. എന്റെ സഹോദരങ്ങൾ ആരെന്നറിയോ സ്വഹാബാ? എനിക്ക് ശേഷം ജീവിക്കുന്ന, എന്നെ ഓർത്ത് കരയുന്ന, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന, എന്നെ കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ നീറിപ്പോകുന്ന, എന്നെ വിശ്വസിക്കുകയും എന്നെ കാണാതെ വിശ്വസിക്കുകയും എന്നെ കാണാതെ എന്നെ കേൾക്കുകയും എന്നെ കാണാതെ എന്നെ പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം വരാനുണ്ട് സ്വഹാബാ. അവരെ കാണാൻ എനിക്ക് കൊതിയാകുന്നുണ്ട്. റസൂലുള്ളാഹിനെ കാണാത്ത ഞാനും നിങ്ങളും 2025 ഇവിടെ ഞാൻ പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെസ്റ്റ് മുടിക്കലുകാരെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല.
വാള് കുറെ കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജനിച്ചപ്പോഴേ ഉമ്മയും ഉപ്പയും പറഞ്ഞു മുത്തുനബി എന്ന് പറഞ്ഞൊരു നബിയുണ്ട് മോനെ. മദ്രസയിൽ പോയപ്പോഴും പറഞ്ഞു, എന്നാൽ കണ്ടിട്ടില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളു നിറയെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കെ എന്നെയും നിങ്ങളെയും കാണാനല്ലയോ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ കൊതിച്ചത്. എപ്പോ? വഫാത്തിന്റെ വേളയിൽ. എന്താ വഫാത്ത്? ഇസ്രായേൽ വന്ന് റൂഹ് പിടിക്കുന്ന വേളയിൽ. എങ്ങനെയാ റൂഹ് പിടിക്കുക? വല്ലാതെ മയമായിട്ട് പിടിച്ചപ്പോഴും പറയുന്നു, ഖഫിഫ് യാ ഇസ്രായേൽ, ഒന്ന് മെല്ലെ പിടിക്കണേ ഇസ്രായേൽ, വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇസ്രായേൽ എന്ന് പറഞ്ഞു പോയ ആ വേദനയുടെ മുന്നിലും എന്റെ ഉമ്മത്തിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട് സ്വഹാബാ. സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരി, അതൊക്കെ ശരിയാ നബി, ആയിക്കോട്ടെ. കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അങ്ങനെ ഒരു നിങ്ങളെ കാണാത്ത, നിങ്ങൾ കാണാത്ത ഒരു സമൂഹം നിങ്ങളുടെ മുന്നിൽ വന്നാൽ എങ്ങനെയാണ് നബിയെ നിങ്ങൾ ആ മനുഷ്യരെ തിരിച്ചറിയുക? പ്രസക്തമായ ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുക ഹബീബല്ലാഹ്? നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ, അവരെ നിങ്ങളെയും കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ നിങ്ങൾ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തനബി തങ്ങൾ കൊടുക്കുന്ന മറുപടി, അറഅയ്തും ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഅജ്ജലാ. ഒരു മനുഷ്യന് നല്ലൊരു കുതിരയുണ്ട്, നല്ല സൗന്ദര്യമാണ്, മുഖം വെട്ടിത്തിളങ്ങുന്ന, നല്ല കണ്ണുകൾ തിളക്കമുള്ളൊരു കുതിര ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ സുന്ദരനായ ഒരു കുതിരയുള്ള ഒരു മനുഷ്യൻ വേറെ കുതിരകളുടെ ഇടയിൽ ആ കുതിര നിന്നാൽ ഈ സുന്ദരനായ കുതിരയെ തിരിച്ചറിയാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? റസൂലിന്റെ ചോദ്യം നോക്കി, എത്ര ഭംഗിയാണെന്ന്. നല്ല സുന്ദരനായ ഒരു കുതിര, കുറെ കൂട്ടങ്ങളുടെ ഇടയിൽ നല്ല തിളക്കമുള്ള ഒരു കുതിര എന്നാൽ ആ കുതിരക്കാരനായ യജമാനായ കുതിരക്കാരന് ആ കുതിരയെ മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. അവരെങ്ങനെ തിരിച്ചറിയും നബിയെ? കൃത്യമായിട്ട് അറിയുമല്ലോ. എന്നാൽ കേട്ടോ സ്വഹാബ, എനിക്ക് ശേഷം വരുന്നവരുണ്ടല്ലോ, ഫഇന്നഹും യഅതൂൻ ഉർറൻ മുഅജ്ജലീന മിനൽ വുളൂഅ്. വളൂ എടുത്തെടുത്തെടുത്തെടുത്ത് മുഖം നല്ല തെളിച്ചമുള്ള, അവൻ ചിലപ്പോ കറുത്തവനായിരിക്കും, ചിലപ്പോ വെളുത്തവനായിരിക്കും, ചിലപ്പോ നീഗ്രോ ആയിരിക്കും, ചിലപ്പോ നല്ല വെള്ളക്കാരനായിരിക്കും, ചിലപ്പോ വല്ല ഏതെങ്കിലും യൂറോപ്യനിലോ മറ്റു രാജ്യങ്ങളിലോ നിറമുള്ളവനും നിറമില്ലാത്തവനായിരിക്കും. പക്ഷേ അവരെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങും, അവരെ കൈ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. സ്വഹാബാ വാന ഫറത്തുഹും അലൽ ഹൗളി. അവരെ ഞാൻ അന്വേഷിക്കുന്നത് എവിടെയെന്നറിയോ? ഹൗളിന്റെ അടുക്കൽ നിൽക്കുമ്പോ അവരെന്റെ അടുക്കൽ വരും സ്വഹാബാ. അവരെ ഞാൻ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. വലിയൊരു വിഷയമാണ് അവിടെ പറഞ്ഞു വെച്ചത്. സ്വന്തം മകനെ നമ്മൾ തിരിച്ചറിയും. ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മക്കളെ കൊന്നു തള്ളുകയാണ് ഇസ്രായേലിന്റെ ജൂത പട്ടാളം. സുഫിയാൻ ബാക്കവിക്ക് സംസാരിക്കാനോ നിങ്ങൾക്കത് കേൾക്കാനോ യാതൊരു യോഗ്യതയുമില്ല പ്രിയപ്പെട്ടവരെ. നാളെ അള്ളാഹുവിന്റെ ഒരു പരമോന്നത നീതിപീഠം കോടതി ഉണ്ടെങ്കിൽ അള്ളാഹു ചോദിക്കും എന്നോടും നിങ്ങളോടും, അങ്ങനെ ഒരു സമുദായം പട്ടിണി കിടന്നു കൊന്നെടുക്കപ്പെട്ടപ്പോൾ നിന്റെ മാനസികമായ വികാരം എന്തായിരുന്നു എന്ന്. അടിച്ചു കൊല്ലുകയാണ്, ഉന്മൂലനം ചെയ്യുകയാണ്, ബഹിഷ്കരിക്കുകയാണ് അവരെ. ഇന്നലെ തന്നെ കൊന്നു തള്ളിയത് 100-ലേറെ പേരെയാണ്, ഒറ്റ അടിക്കാ കൊന്നു കളയുന്നത്. ആ സമയത്ത് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന, സുന്ദരമായ AC-യുടെ ഉള്ളിൽ ഉറങ്ങുന്ന, മറ്റുള്ളവന്റെ വേദനയ്ക്ക് യാതൊരു വിലയും കൊടുക്കാത്ത എന്നെയും നിങ്ങളെയും അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെ നിർത്തും എന്നൊന്ന് ചിന്തിക്കണം. അപ്പൊ ചോദിക്കും, എന്ത് ചെയ്യാൻ പറ്റൂ ഉസ്താദേ? ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ആത്മാർത്ഥമായ ദുആ. പിന്നെയും ചെയ്യാൻ പറ്റും, നമ്മളുടെ ആഡംബരങ്ങളൊന്ന് കുറയ്ക്കൽ, നമ്മളെ ആർഭാടങ്ങൾ മാറ്റിവെക്കൽ, അവരെ ഒന്ന് ഓർക്കൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലും സന്നദ്ധ പ്രവർത്തനം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അത് ചെയ്തു കൊടുക്കൽ.
അതിനുവേണ്ടി ഒന്ന് വ്യഗ്രത കൊള്ളൽ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന നീറ്റൽ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, മനുഷ്യത്വമില്ലേ ഈ ലോകത്ത്? ഞങ്ങളെ കാണുന്നില്ലേ? എല്ലാരും ഉണ്ടല്ലോ, മനുഷ്യത്തെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ, അസ്തമിച്ചു പോയോ? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു കൊച്ചു കുഞ്ഞ് 10 വയസ്സുള്ള ഒരു കുട്ടി മണലിങ്ങനെ വാരിയിട്ട് തിന്നിട്ട് പറയാണ്, ഈ മണലാണ് ഇന്ന് നമ്മുടെ ഭക്ഷണം. ആ മണലിങ്ങനെ തൊണ്ടയിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞിന്റെ ഒരു മുറിവേറ്റാൽ, ഒരു അപകടം പറ്റിയാൽ, ഒന്ന് വീണാൽ, ഒന്ന് കൈ ഒടിഞ്ഞാൽ, ഒന്ന് കാലൊടിഞ്ഞാൽ എന്റെ നിങ്ങളുടെ മാനസികമായ വികാരം എന്തായിരിക്കും? അല്ലാഹു അവർക്ക് മോചനം കൊടുക്കുമാറാവട്ടെ, അല്ലാഹു അവർക്ക് മോചനം കൊടുക്കുമാറാവട്ടെ, അല്ലാഹു അവർക്ക് മോചനം കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ലോകത്തവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും ഇതൊക്കെ സംഭവിക്കുമ്പോഴും, നമുക്കും എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമ്പോഴും അപ്പുറത്ത് നിൽക്കുന്നവനും പറയും അതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. റോട്ടിൽ വണ്ടി ഇടപ്പെട്ടവൻ നിലത്ത് കിടക്കുമ്പോ രക്തം വാഴുമ്പോ അള്ളാഹുവിന്റെ തീരുമാനമാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞ ഞാനും നിങ്ങളുണ്ടല്ലോ, നമുക്കും അതുപോലെ നല്ല തരും. എന്നിട്ട് അള്ള പറയും പടച്ചോൻ തീരുമാനിച്ചേട്ടോ. എടാ, പടച്ചോൻ തീരുമാനിക്കണതേ സംഭവിക്കൂ, അത് ഒരു പ്രകൃതി നിയമം തന്നെയാണ്. പക്ഷെ എന്നോടും നിങ്ങളോടും പറഞ്ഞ എന്താ ചെയ്യേണ്ടത്? കൃത്യസമയത്ത് ചെയ്യാനാണ്. പട്ടിണി കിടക്കുന്നവൻ നോക്കിയിട്ട് അങ്ങ് പടച്ചോൻ നോക്കിയോളും. സൂറത്ത് യാസീനിൽ വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെയുള്ള കുറെ മുനാഫിക്കുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന്. മറ്റുള്ളവന്റെ ദുഃഖം അറിയാത്തവൻ, വേദന അറിയാത്തവൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുമ്പോഴും ആ ദുഃഖമുണ്ടാകുമ്പോഴും ആ വേദനയോടുകൂടി ജീവിക്കാനുള്ള കൽബകം നമുക്കുണ്ടാവണം. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞല്ലോ, നബിയേ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങാനും മയമില്ലാത്ത സ്വഭാവത്തോടു കൂടിയാണ് ഇറങ്ങിയിരുന്നെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങളെ ബുദ്ധിയല്ല, നിങ്ങളുടെ അചഞ്ചലമായ ബുദ്ധിപൂർവ്വമുള്ള നീക്കമൊന്നുമല്ല നബിയെ, നിങ്ങളുടെ മയമായ ഇടപെടൽ ഈ സമുദായത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റ എണ്ണം ഇസ്ലാമിലോട്ട് കടന്നു വരില്ലായിരുന്നു നബി എന്നുള്ള ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് തോന്നുന്ന കരുണ, അതാണ് മുത്തുനബി വ്യത്യസ്തനാക്കിയത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തിരിച്ചറിയാൻ അള്ളാഹുവിന്റെ റസൂല് പരലോകത്ത് കാത്തു നിൽക്കുമ്പോ എന്നെയും നിങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മുഖമൊന്ന് പ്രകാശിക്കണം, നമ്മുടെ കൈ തിളങ്ങണം, നമ്മുടെ കാല് തിളങ്ങണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്നുള്ള മാർഗം കൂടി പറഞ്ഞു തന്നു, മിനൽ വുളൂഇനാലാണ് മുഖം തിളങ്ങുള്ളൂ. വുളൂ എടുക്കാത്തവന്റെ മുഖമൊന്നും അള്ളാഹു മഹ്ശറിൽ തിളക്കം കൊടുക്കില്ല. അല്ലെങ്കിൽ തന്നെ 5 വക്ത് നിസ്കരിക്കുന്ന മുഖം കണ്ട് അറിയാൻ പറ്റും എന്തൊരു ഐശ്വര്യമായിരിക്കും എന്നറിയാവോ? പക്ഷെ കറുത്തവനാണെങ്കിൽ നിസ്കരിക്കാത്തവന്റെ മുഖം കണ്ട അറിയാം. ഒരു ഇരുട്ട് എപ്പോഴും അള്ളാഹു വെച്ചു കൊടുക്കും, ഫിറ്റാക്കി വെച്ചു കൊടുക്കും. കൂടുതൽ അത് വെളിവാകുന്നത് മരിക്കുമ്പോഴാണ്. നിസ്കരിക്കാത്തവന്റെ മയ്യത്ത് പോയി നിങ്ങൾ നോക്കി നോക്കിയേ, ഒരു ഇരുട്ടായിരിക്കും. അവന്റെ മയ്യത്ത് കൂടി നീണ്ടു പോകും. നിസ്കരിക്കാത്തവനെ അള്ളാഹു ഒരിക്കലും വെറുതെ വിടൂല. ആ നിസ്കാരത്തിന്റെ മുന്നോടിയായി ഞാനും നിങ്ങളും എടുക്കുന്ന വുളു, ആ വുളു പരിപൂർണമാവണമെന്നായി പറയുന്നത്. പൈപ്പങ്ങട്ട് തുറന്നു വിട്ടിട്ട് കയ്യും കാലം കഴുകി പോകുന്നതിന് വുളു എന്ന് പറയൂല. അതൊക്കെ നേരത്തെ വന്ന് ഖിബ്ലയ്ക്ക് തിരിഞ്ഞു നിന്ന് വൃത്തിയായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് നമ്മൾ കൈ കഴുകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ കൈ വിരലുകൾ കോർത്തിങ്ങനെ കഴുകുമ്പോ ആ വിരലിന്റെ ഇടയിലൂടെ നീ അറിയാതെ നിന്റെ പാപങ്ങളെല്ലാം ഒഴുകി അങ്ങ് പോകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മുഖം കഴുകുമ്പോ നിന്റെ കണ്ണുകൊണ്ട് കണ്ട ഹറാമുകൾ, നിന്റെ മുഖം ചെന്ന് പതിച്ച വൃത്തികേടുകൾ, നിന്റെ ചുണ്ടുകൊണ്ട് പതിഞ്ഞു പോയ ഹറാമിന്റെ ചുംബനങ്ങൾ, അതെല്ലാം കൂടി വൃത്തിയായിട്ട് നിന്റെ മുഖം പ്രകാശിക്കും. അങ്ങനെയാണ് ആ പ്രകാശം അങ്ങനെ വെള്ളം കൊണ്ട് കഴുകി 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 അവന്റെ മരണം വരെ അവനെടുത്ത വുളു കൊണ്ട് അവൻ മരിക്കുമ്പോൾ അവന്റെ സർവ്വപാപങ്ങളും അങ്ങ് മാറ്റിവെക്കപ്പെട്ട് അവൻ ഖിയാമത്ത് നാളിൽ കടന്നു ചെല്ലുമ്പോഴാ നല്ല പ്രകാശിക്കുന്ന മുഖം. അത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ, അതാണ് സുന്നത്ത്. അതുകൊണ്ടാണ് വുളു എടുക്കുമ്പോ നമ്മൾ മുഖം കയറ്റി കഴുകാൻ പറയുന്നത്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ എഴുതി വെച്ചിരിക്കുന്നത്, എടാ നീ വുളു എടുക്കുമ്പോ, നിന്റെ കൈ കഴുകുമ്പോ നിന്റെ മുട്ടിൽ നിന്ന് ഒരൽപ്പം കൂടി മേൽപോട്ട് കഴുകണേ എന്ന്. നീ തല തുടങ്ങുമ്പോ നിന്റെ ഫ്രണ്ടിൽ ഒരൽപ്പം ഇങ്ങനെ തല തടകലല്ല, അത് പരിപൂർണമായ വുളു ആവുകയില്ല. നിന്റെ തലയും മുഖവും നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശിക്കണോ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് അങ്ങ് കൊണ്ടുവരണേ.
നിന്റെ കൈ ഇങ്ങനെ നെറ്റിയുടെ 2 ചെന്നി ഭാഗത്ത് വെച്ചിട്ട് ഈ 2 വിരലുകൾ വെച്ച് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മുമ്പിൽ തുടങ്ങി നീ അത് മുഴുവനും ഒരൊറ്റ പ്രാവശ്യം കറക്കി വെക്കുമ്പോ അതൊരു പ്രാവശ്യമായി. അതാണ് പരിശുദ്ധമായ വുളുവിന്റെ പരിപൂർണ ഭാഗം. അതിന് സമയമില്ല. അതിന് ഓട്ടത്തിന്റെ ഇടയിലുള്ള നെട്ടോട്ട വുളുവാകുമ്പോ നിയ്യത്ത് പോലും വെക്കാത്ത വുളുവെടുക്കുന്നവൻ വന്ന് നിസ്കരിച്ചാൽ ആ ജമാഅത്തിന് പോലും ഭംഗം വരുമെന്നാണ് ഇമാമികൾ രേഖപ്പെടുത്തുക. ഇമാമിന് പോലും തശ്വീശാവും ബാക്കി നിൽക്കുന്ന ഒരുത്തന്റെ വുളു സ്വഹീഹായില്ല എങ്കിൽ. എന്നാൽ വുളു കൃത്യമായിരിക്കണം. വെള്ളം തുറന്നു വിട്ട് കാലിൽ വെള്ളം തേച്ചത് കൊണ്ട് വുളുവാവൂല. നിന്റെ ഇടത്തെ കൈ കൊണ്ട് നിന്റെ വലത്തെ കാലിന്റെ വിരലിന്റെ ഇടയിൽ നിന്റെ കൈവിരലുകൾ ഇറങ്ങിയിട്ട് ആ വിരലിന്റെ ഇടയിലുള്ള ചുളുങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറാതെ നിന്റെ വുളു സ്വഹീഹാവൂല. ആ വുളു എടുത്തു കൊണ്ടുവന്നുള്ള നിന്റെ നിസ്കാരം സ്വഹീഹാവൂല. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഇമാമിങ്ങൾ ഈ ഹദീസിനെ വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെയും എന്റെയും മുഖം നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശിക്കണമെങ്കിൽ വുളു പരിപൂർണമാകണം. അതിന്റെ ഷർത്ത്, അതിന്റെ ഫർള്, മദ്രസയിൽ പഠിക്കുന്ന അതിന്റെ കറാഹത്ത്, അതിന്റെ എല്ലാം 3 പ്രാവശ്യം വെച്ച് പരിപൂർണമായി ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ മുഖത്തിന് പിന്നെ നിങ്ങൾ ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട. യൂട്യൂബ് തുറക്കാൻ പറ്റൂല. യൂട്യൂബ് തുറന്ന് മുഖം വെളുക്കാൻ വേണ്ടി ആ മരുന്ന്, മുഖം വെളുക്കാൻ വേണ്ടി ഈ മരുന്ന്, മുഖം ചുളിയായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡ്, ആ ഫുഡ്, ഇതൊക്കെ ആളുകൾ പരിശോധിച്ച് ഉള്ള ക്യാൻസർ വരുത്തി വെക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത വന്ന പഠനം, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾക്ക് വായ്ക്കകത്ത് ക്യാൻസർ ആണെന്ന പഠനം വന്നിരിക്കുകയാണ്. മുഖത്തിടുന്ന ക്രീമുകൾ ഗ്ലാമർ ഉണ്ടാകാൻ വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ കൗമാരത്തിലുള്ള ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം മേടിച്ചു കൊടുക്കുന്ന ഈ വസ്തുക്കൾ ക്യാൻസറിന് നിദാനമാണെന്ന്. ഒരു കല്യാണത്തിൽ പോയാ ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ എത്ര മക്കൾ ഔറത്തും മറച്ച് വൃത്തിയായിട്ട് വരുന്നുണ്ട്. എല്ലാം മേക്കപ്പിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. അതിന് പൈസ കൊടുക്കുന്നതോ ഒരു നട്ടലിന് വളവുള്ള തന്തമാരും. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചെയ്യുമ്പോ എന്തു പറ്റും? നിന്റെ കബറിലൊരു ദുആ പോലും എത്താത്ത ആ മക്കളെ വല്ല മാരക രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, അങ്ങുള്ള സമുദായത്തിൽ ഒരു അദാബും അല്ലാഹു ഇറക്കൂല യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. എന്താണോ റസൂലുള്ള ചെയ്തത്, എന്താണോ ഹബീബായ നബി തങ്ങൾ ചെയ്തത്, അതുപോലെ ചെയ്യുമായിരുന്നു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, കറുകറുത്ത ബിലാലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. എല്ലാ ദിവസവും രാവിലെ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട് കടന്നു വരുമ്പോ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, യാ ബിലാൽ ഹദ്ദിസ്നി ബിഅർജഹി അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാൽ മോനെ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, നീ സ്വർഗത്തിൽ കടക്കാൻ എന്ത് അമലാണടാ നീ ചെയ്തത്? എന്ത് അമലാണ് നീ പ്രത്യേകമായിട്ട് ചെയ്തത്? ഇന്നലെ ഞാൻ പാതിരാത്രി ഉറങ്ങിക്കിടന്നപ്പോ സ്വർഗത്തിൽ നീ നടന്നു പോകുന്നതിന്റെ ചവിട്ടടി ശബ്ദം ഞാൻ കേട്ടു ബിലാൽ. റസൂൽ സ്വപ്നം കാണാൻ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന ചെരുപ്പിന്റെ വാരടി ശബ്ദം ഇങ്ങനെ റസൂൽ കേൾക്കാൻ ചോദിച്ചു, എന്താ മോനെ നീ ആ ചെയ്യുന്ന പുണ്യ പ്രവർത്തനം? എന്താ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്നറിയാവോ? ബിലാലെ, ഈ കഅബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കൂ ബിലാലെ എന്ന് പറഞ്ഞപ്പോൾ കയറി ബാങ്ക് കൊടുത്തതല്ല. തഹജ്ജുദിന് വന്ന് റസൂലുള്ളാഹിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതല്ല. ഉമയ്യത്തിന്റെ അടി കൊണ്ട് പെടഞ്ഞതല്ല. ഉമയ്യത്തിന്റെ മൂത്രം കുടിച്ചതുമല്ല. ബദർ യുദ്ധത്തിൽ ഉമയ്യത്തിനെ കൊന്നൊടുക്കിയതുമല്ല. ഇതൊന്നുമല്ല ബിലാൽ ചെയ്തത്. ബിലാൽ ഇബ്നു റബാഹ ചെയ്യുന്നതെന്നറിയാവോ? റസൂലുള്ളാഹിന്റെ ചെറിയൊരു സുന്നത്താണ്. യാ റസൂലല്ലാഹ്, എനിക്കൊരു അമലുമില്ല നബിയെ, എനിക്കൊരു അമലുമില്ല യാ റസൂലല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്റെ ശബ്ദം, എന്റെ ചെരുപ്പിന്റെ വാറടി ശബ്ദം നിങ്ങൾ കേട്ടെന്നോ യാ ഹബീബല്ലാഹ്? മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നീ ലം അതതഹറു തഹൂറ. ഒരു അമലും എനിക്കില്ല. ഒന്നുണ്ട് നബിയെ, ഒന്നുണ്ട് നബിയെ, എന്റെ വുളു മുറിഞ്ഞാൽ ഞാൻ അപ്പോൾ വുളു എടുക്കും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ
എന്റെ ഒളു പോയാൽ അപ്പോഴേ ഞാൻ ഒളുവെടുക്കും യാ റസൂലല്ലാഹ്. ഒളുവെടുത്തു കഴിഞ്ഞാൽ ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് ഫർദ് എപ്പോഴാണെന്ന് നോക്കിയിട്ടല്ല, എപ്പോഴാണോ ഒളുവെടുക്കുന്നത് അപ്പോഴേ ഞാൻ 2 റക്അത്ത് അങ്ങ് നിസ്കരിക്കും യാ നബി അല്ലാഹ്. അത് തന്നെയാണ് ബിലാലേ നിന്റെ ചെരുപ്പിന്റെ വാരടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടതെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഒളു മുറിഞ്ഞാൽ അപ്പൊ ഒളു എടുക്കും, ഒളു എടുത്തു കഴിഞ്ഞാൽ അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കും. നിങ്ങളും ഞാനും ശ്രദ്ധിക്കണം. നമ്മളിൽ പെട്ട പലരും പള്ളിക്കകത്ത് വന്ന നേരെ വന്ന് ഇരിപ്പുണ്ട്, പാർലമെന്റിൽ ഇരിക്കും പോലെ ഇരിപ്പാ, എന്റെ കാലൊക്കെ അങ്ങോട്ട് നീട്ടി പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ. ആരെയാണ് മനുഷ്യരെ നമ്മൾ ഈ വിളിക്കുന്നത്? അള്ളാന്റെ പള്ളിക്കകത്ത് വന്നിട്ട് നിങ്ങൾ പള്ളിക്കകത്ത് കയറിയാൽ നിങ്ങൾ ഇരിക്കരുത്. ഇല്ലാ സ്വല്ലാ റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കാതെ. ആ നിസ്കാരത്തിന്റെ പേര് തഹിയ്യത്തിന്റെ നിസ്കാരം എന്നാണ്. നിങ്ങൾ പള്ളിക്കകത്ത് വന്നിട്ട് വഖഫിന്റെ വെള്ളം കൊണ്ടാണ് ഒളു എടുക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് ഒളു എടുക്കണം. 3-ൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളുടെ കൈ നിങ്ങൾ കഴുകരുത്. നിങ്ങൾ വെള്ളത്തിന്റെ പേര് അവിടെ കാല് കഴുകുമ്പോ കാലിന്റെ അഴുക്ക് വീട്ടിൽ നിന്ന് വൃത്തിയാക്കി വെച്ചിട്ട് കാലം നനച്ച് കയറാൻ പാകത്തിന് വേണം ആ വെള്ളം ഉപയോഗിക്കാൻ. വഖഫിന്റെ വെള്ളമാണ്, പാഴാക്കരുത്. തുറക്കുമ്പോ ഇഷ്ടംപോലെ അങ്ങ് വരുമെന്ന് ഓർത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഉമ്മയുടെ സ്നേഹം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, ശുദ്ധമായ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന. അങ്ങനെ അടിച്ച് തീർക്കാണ് ചെയ്യരുത്. കൃത്യമായിട്ട് ഒളുവെടുത്ത് കയറി പള്ളിക്കകത്ത് വന്നാൽ ആ ക്ലോക്കിൽ നോക്കണം. ക്ലോക്കിൽ നോക്കുമ്പോ ആകെ ഇനി 1 മിനിറ്റേ ഉള്ളൂ ജമാഅത്തിനെങ്കിൽ നീ ഒന്നും ചെയ്യരുത്, അവിടെ നിൽക്കണം. വെയിറ്റിംഗ് ഫോർ ജമാഅത്ത്. അവല് തക്ബീറാണ് പിന്നെ നിനക്ക് സുന്നത്ത്. നിസ്കാരത്തിന് വേണ്ടി ഒന്നും ഇരിക്കരുത്. നീ ഇരിക്കരുത്. ഇല്ലാ സ്വല്ലാ റക്അത്തൈൻ. ഇതാണ് ബിലാൽ ചെയ്തത്. ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള കാരണം. അപ്പൊ നിയത്ത് വയ്ക്കും, 3 നിയത്ത് വയ്ക്കാം. 1 തഹിയ്യത്തിന്റെ നിയത്ത് വയ്ക്കാം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ. 2 വുളൂവിന്റെ നിയത്തും വയ്ക്കാം. 3 ളുഹറാണെങ്കിൽ ളുഹറിന് മുമ്പ്, അസറാണെങ്കിൽ അസറിന് മുമ്പുള്ള ആ നിസ്കാരത്തിന്റെ റവാത്തിബിന്റെ നിയത്തും കൂടെ വെച്ച് 6 റക്അത്തിന്റെ നിനക്ക് സ്വർഗ്ഗം ഉറപ്പെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അങ്ങനെ എന്തൊക്കെ റസൂലുള്ള ചെയ്തോ, സുന്നത്തൊന്നും പറഞ്ഞാൽ തീരൂല, ഞാൻ ചുരുക്കാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ തല മറയ്ക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ദാടി വളർത്തണം, റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അതിന് നമ്മൾ മടി വിചാരിക്കണ്ട. വെളുത്ത മുടി കറുപ്പിക്കരുത്, ഇത് ഹറാമാണ്. അത് റസൂലുള്ളാഹിന്റെ ചിട്ടയിൽപ്പെട്ടതല്ല. ഞെരിയാണിക്ക് താഴെ നിങ്ങൾ വസ്ത്രം വലിച്ചഴക്കരുത്. പാൻറ് ഇട്ടുകൊണ്ട് വരുമ്പോ ചവിട്ടിമില്ല. ഖിയാമത്ത് നാളിൽ നിന്റെ മുഖത്ത് അല്ലാഹു നോക്കൂല. ചില ചെറുപ്പക്കാർ വരും, അവർ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അരയ്ക്ക് താഴെ പാൻറ് ഇട്ടുകൊണ്ട് വന്നിട്ട് സുജൂദിൽ പോകും. അവരുടെ ഔറത്ത് വെളിവാണ്, നിസ്കാരം സ്വഹീഹാവൂല. നീ തൊപ്പിയില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി പ്രതിഫലമാണ് ഒരു തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ, തല മറച്ച് നിസ്കരിച്ചാൽ. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. താടി ഉള്ളവൻ ഒന്നു എടുക്കുമ്പോൾ തിങ്ങിയ താടിയാണെങ്കിൽ കോർത്ത് കഴുകണം. അപ്പൊ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെന്നാ പറയുന്നത്. എന്താ താടി വളർത്താത്തത്? വൈഫിന് ഇഷ്ടമല്ല. കറുപ്പിച്ചങ്ങ് വെക്കുന്ന മുടിയും താടിയും ഉള്ളവർ നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചോ. കഴിഞ്ഞ ദിവസം ഒരാളെ സംശയം ചോദിച്ചു, നീലാംബരി ഉണ്ടോ? എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. നീലാംബരി കൊണ്ട് കറുപ്പിച്ചാൽ ഹറാമാവോ ഉസ്താദേ? അങ്ങനെ നീലാംബരിക്ക് പ്രത്യേക, നീലാംബരി കൊണ്ട് കറുപ്പിക്കൽ ഹറാമാണ്. മുടിയും താടിയും കറുപ്പിക്കൽ ഹറാമാണ്. ഈമാനോടെ മരിക്കൂല. മുടിയും താടിയും കറുപ്പിച്ച കുറച്ച് ആൾക്കാരെ എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കറിയാം. അവർ നല്ലവണ്ണം ജീവിച്ചിട്ടില്ല. അവർ ജീവിതം തകർത്ത് കളയും പടച്ച തമ്പുരാൻ. ഇത് ഇനി ഞാനെന്നല്ല, ഇനി ഏത് വലിയ ഹത്തീബുകളെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ആയിപ്പോയി സമൂഹത്തിന്റെ മുമ്പിൽ. എന്തിനാണ് നീ കറുപ്പിക്കണമെന്ന് ഒരു സഹോദരൻ പറഞ്ഞതാ, എന്റെ ബിസിനസ്സിൽ ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ ഉസ്താദേ. അപ്പൊ അതിന്റെ മരണത്തിലോ പ്രശ്നമല്ല. റസൂലുള്ള മുടി വളർത്തിയത് എങ്ങനെ? ഒരു മുടി എടുത്താൽ നിബിതങ്ങളുടെ ചെവിക്കുറ്റിയുടെ ബാക്ക് ഭാഗം വരെ ഇങ്ങനെ ഇടതൂറ് നിൽക്കുന്ന മുടിയാ റസൂലുള്ളാന്റെ. ഒക്കെ ഞാൻ വളർത്തിയാൽ ചിലപ്പോൾ ജട പിടിച്ചു. നമ്മളെ മുടിയൊന്നും പറ്റൂല. അങ്ങനെ അത് വളർത്താൻ പറ്റുന്നവൻ അങ്ങനെ വളർത്തണം. അതുകൊണ്ടാണ് മുത്താലിമികളെ മൊട്ട അടിപ്പിക്കുന്ന ഉസ്താദന്മാര്. കാരണം അത് പരിപാലിച്ചുകൊണ്ടെന്നാ പഠിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? മുടി വളർത്തുമ്പോൾ എന്തിനാണ് ഈ കട്ട്, ഈ സൈഡ് കട്ട് ചെയ്യണം? എന്തിനാണ് ചെറുപ്പക്കാരെ നിങ്ങൾ? അത് റസൂലുള്ളാന്റെ സുന്നത്തല്ല, അത് മെസ്സിയുടെ സുന്നത്താണ്, ജൂതന്റെ സുന്നത്ത്. ഫലസ്തീന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തപ്പോൾ 10 രാജ്യങ്ങൾ മാറിയപ്പോ ആ രാജ്യത്തിൽ ഒന്നാമനായ അർജന്റീന, നിങ്ങളെല്ലാം ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ ആരാധ്യ രാജ്യമായ ആ രാജ്യം ജൂത രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണത്. ചെയ്യരുത്. ഞങ്ങൾ ചെയ്തോ? അങ്ങനെ മരണപ്പെട്ടു പോയാൽ നീ ചെന്ന് കിടക്കുന്ന കബറിന്റെ ഉള്ളിൽ നിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും.
കൊച്ചു കുഞ്ഞിനെ 1 വയസ്സായ 3-4 വയസ്സായ കൊച്ചിനെ അലിഫ് എഴുതിക്കാൻ വേണ്ടി പറഞ്ഞ വാപ്പമാര് കൊണ്ടുവരുന്നത് ബാക്ക് വെട്ടിയിട്ടാണ്. എന്ത് അവസ്ഥയാണ് സഹോദരങ്ങളെ, ഇത് ആരോട് പറയും? എത്രയോ അകന്നുപോയി. കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ മഹാനായ മൂസക്കുട്ടി ഹസ്രത്ത്, വലിയ മഹാൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫി വര്യൻ, ഇന്ന് രാത്രി കിടക്കാൻ നോക്കിയ മൊബൈൽ മെസ്സേജ് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗമാണ്, 17 മിനിറ്റ് ഉണ്ട്. ഉസ്താദ് തന്നെ പറയണത്, ഒരു കാലഘട്ടം വരാനുണ്ട്. അവരുടെ മുടിയിൽ ചായം പുരട്ടുന്നവരാണവർ, പക്ഷികളെ പോലെ തലവെക്കും. ഉസ്താദിന് എങ്ങനെ കിട്ടിയെന്ന് അല്ലാഹു അലം. മുടി വെട്ടാൻ ഇന്ന ശൈലിയാണെന്ന് പറയാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ കടയിൽ ചെല്ലുമ്പോ മോഡൽ ഫോട്ടോ വെച്ചേക്കാണ്, കാക്ക ഇതുപോലെ വെട്ടിയാൽ മതി, ഇതുപോലെ വെട്ടിയ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്തുമാത്രം അപരാധമാണ് സഹോദരങ്ങളെ, എന്ത് ഹറാമാണ്. ഈ ഹറാമാണെന്ന് പറയുമ്പോ ഒരു പണ്ഡിതനോട് നിങ്ങൾ ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കറാഹത്താണെന്ന് പറയുമ്പോൾ എന്നോട് ക്യാരം ബോർഡ് കളിയുടെ വിധി എന്ത് കറാഹത്താണ്? നമ്മൾ ഡൈ കളിക്കൂലേ, മറ്റേ പാമ്പും കോണിയും കളി പച്ചയായ ഹറാമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇമാമികളുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു അവർ? നിന്റെ സമയത്തെ വെറുതെ കൊന്നുകളയുകയാണ്. നിനക്കൊരു ദിക്ർ ചെല്ലാനുള്ള സമയത്തെ, നിനക്കൊരു തസ്ബീഹ് ചെല്ലാനുള്ള സമയത്തെ, ഇശാഇന്റെ ശേഷം നീ പോയെന്ന് കളിക്കുന്ന നിന്റെ കളിയിൽ നിനക്ക് വല്ല അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയാ ആര് സമാധാനം പറയും മഹ്ശറയിൽ? അതുകൊണ്ടാണ് നിന്നോട് പറയണത് അത്തരം കളികൾ നകന്നു നിൽക്കാൻ. അപ്പൊ ഏത് കളി കളിക്കണം? നിനക്ക് ഹലാലായ കളി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിന്റെ ശരീരത്തിന് ഉന്മേഷം തോന്നുന്ന, നിന്റെ ഇബാദത്ത് റുക്കൂഇന് പോകാൻ ഇരിക്കുന്ന എത്ര പേർക്ക് ഇവിടെ നിന്ന് നിസ്കരിച്ച കസേരയുടെ എണ്ണം കൂടി വരാണ്. കാരണം നടുവളയൂല്ല, മുട്ടുവളയുന്ന സമയത്ത് നിസ്കരിച്ചില്ല. മുട്ടുവളയുന്ന സമയത്ത് അവൻ കളിക്കാൻ പോയി, ഇരുന്നും കടന്നു കളിക്കാൻ പോയി. അപ്പൊ അള്ളാഹു മുട്ടുവളയ്ക്കാൻ അവസരം കൊടുത്തില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോ അവനുള്ള തളർത്തി. നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മൾ നശിപ്പിക്കരുത്, ശ്രദ്ധിക്കണം. മുത്തുനബി തങ്ങളുടെ സുന്നത്തേതോ മൻ സന്ന സുന്നതൻ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഫിൽ ഇസ്ലാം ഇൻദ ഫസാദി ഉമ്മ, എന്റെ ഉമ്മത്തിന്റെ സമുദായം കുഴപ്പത്തിലായി കൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ല ഇപ്പൊ നടക്കുന്നത്. എന്റെ ഉമ്മത്ത് എത്ര പറഞ്ഞാലും കേൾക്കാത്ത, പറയുന്നവരെ തെറിവിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരും സഹാബത്തെ. അന്ന് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല കരുതിയെ നീ കൊണ്ടുവന്നാൽ, ഒരു സുന്നത്ത് നീ കൊണ്ടുവന്നാൽ, ഒന്ന് താടി വളർത്തിയാൽ, ഒന്ന് തൊപ്പി വെച്ചാൽ, ഒന്ന് ഞെരിയാണിക്കുമ്പോൾ നീ വസ്ത്രം ധരിച്ചാൽ, 100 ഷഹീദ്, 100 ശുഹദാക്കളുടെ കൂലി, 1ഉം 2ഉം അല്ല, 1ഉം 2ഉം 3ഉം അല്ല, 100 ശുഹദാക്കളുടെ കൂലി നിനക്ക് തരുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, നല്ല മരണം അല്ലാഹു തരട്ടെ, അന്ത്യം നന്നാക്കി തരട്ടെ. നാളെ അവൻ അവിടെ കിടന്ന് മരിച്ചു, അങ്ങനെ മരിച്ചു, അവൻ ഇങ്ങനെ മരിച്ചു, അവൻ മരണപ്പെട്ട ആ അവസ്ഥയിലായിരുന്നു.